ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ആഫ്റ്റർ ലോങ് ടൈം ഇപ്പം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അവളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് തന്നെ പറയാം. വേറൊന്നുമല്ല, മോൾക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. ഇത്രയും നാളും അവൾ അംഗൻവാടിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഇനി നമുക്ക് KG ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ടൈമായി. മോളെ സ്കൂളിലാക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പം ആൾക്ക് നല്ല സന്തോഷമുണ്ട്. കാര്യം വേറൊന്നുമല്ല, അംഗൻവാടി രക്ഷപ്പെടാനുള്ള ഒരു പരിപാടിയാണ്. കാര്യത്തിന്റെ ഗൗരവം കുട്ടിക്ക് അറിയില്ലല്ലോ. പിന്നെ ഈ വീഡിയോ ഇപ്പോഴത്തേന്നല്ല, എനിക്ക് തോന്നുന്നു April 1 അല്ലെങ്കിൽ ലാസ്റ്റ് എപ്പോഴുള്ളതാണ്. പിന്നെ മടി കാരണം മാറ്റി വെച്ചെന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഇടും എന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയും ലേറ്റ് ആവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ മിക്ക കാര്യങ്ങളും ഏതൊരു കാര്യവും ഞാൻ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് പണ്ടേ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. ഇനിയുള്ള കാര്യമൊന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവരുടെ കാര്യം പറയുകയാണെങ്കിലും ചാനൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കണം എപ്പോഴും നല്ലതായിരിക്കും. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനാണെന്നൊന്നും അറിയാൻ പാടില്ല, ജസ്റ്റ് അഡ്മിഷൻ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തുടങ്ങുന്ന ഈ ഒരു സ്കൂൾ ലൈഫ് ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്ന് അറിയാമോ ഇനി നിൽക്കുന്നത്. എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കടന്നു പോകുന്ന മൂമെൻസിനൊക്കെ ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ നേരെ ഓഫീസിലോട്ടൊക്കെ പോയി. അവിടുന്ന് പിന്നെ ഫോമൊക്കെ മേടിച്ച് ഫില്ലപ്പ് ചെയ്യണം. എന്താണെന്നറിയാൻ പാടില്ല, ഈ ഫോം ഫില്ല് ചെയ്യുന്ന ടൈമിലൊക്കെ എനിക്ക് അക്ഷരങ്ങളൊക്കെ മറന്നു എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈവൻ റോസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വരെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ആ ഒരു സമയത്ത്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ വെറുതെ ടെൻഷൻ അടിക്കാറുണ്ട്. പിന്നെ അത് ആ ജനലിൽ ഇവൾ കൊണ്ടുവന്ന കുടയാണ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ആവശ്യമില്ലാതെ ഒരു കുട എടുത്തുകൊണ്ട് വന്നു. മോള് അത്യാവശ്യം സ്മാർട്ടാണ്. അപ്പം പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളിവിടെ കുറച്ച് ആക്റ്റീവായിട്ട് നിന്നില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറിയിട്ട് ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഇത് ഞാനൊരു ബർഡനായിട്ട് പറയണതല്ല. ഇങ്ങനെ പറയുമ്പം ഈവൻ എൻ്റെ ഹസ്ബൻഡ് വരെ എന്നെ കുറ്റപ്പെടുത്താറുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ജെൻ സിയും ജെൻ ആൽഫയും തമ്മിൽ ചേരാഞ്ഞിട്ടാണോ. കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആവുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മോളുടെ KG സെക്ഷൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഫീൽ ആയെന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് ഹസ്ബൻഡ് എന്നതിലുപരി ഒരു ഫാദർ എന്ന നിലയ്ക്ക് ഈ ഒരു ടൈമിലൊക്കെ ആളിവിടെ വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബാഡ് ഓഫ് ലക്ക് ഈ ഒരു മൊമെൻറ്റിൽ ഇല്ല, ബട്ട് നല്ലൊരു മൊമെൻറ്റിൽ അവിടെ ഉണ്ടാവട്ടെ. പിന്നെ ഭിത്തിയിലെ കാർട്ടൂൺസ് ഒക്കെ കണ്ടിട്ട് അവൾ ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. പിള്ളേരൊന്നുമില്ല. ഇവിടെയാണോ ഓച്ചു ബേബി പഠിക്കാൻ പോണേ? തന്നെ ചെല്ലി വാ. ഉമ്മച്ചി ഇവിടെ ഇരിക്കാം. ബേബി വാ. വായിക്കാൻ വായിൽ വെക്കാൻ പറ്റില്ലേ കേട്ടാ? എന്തുവാ അത്? അല്ല ഓച്ചോ, ഓച്ചിനെ അറിയാം. ഓച്ചു ക്ലാസ്സിൽ പിടിച്ചിരുത്തും പറഞ്ഞില്ലെങ്കിൽ ഇച്ചിരി കൂടുതലാണ്. ഓച്ചു ക്ലാസ്സിലിരുത്തും. ക്യാൻഡി ഇഷ്ടമാണോ? പേര് പറഞ്ഞ കൊച്ചു നീ ഇപ്പോൾ ഇവിടെ കാണിച്ചതൊക്കെ എന്ന് വെച്ചാൽ അവിടെ ഒത്തിരി ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിരുന്നേ. അപ്പം അതൊക്കെ കണ്ടിട്ട് അതൊക്കെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പിന്നെ അവൾക്ക് ക്യാൻഡി കിട്ടിയിട്ടുള്ളൊരു സന്തോഷം. ഇപ്പം മോളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണ KGയിൽ തന്നെ ഒരു ടീച്ചറാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. ആൾ ഭയങ്കര ഓക്കെ ആയിരുന്നു. കാര്യം നമ്മൾ ന്യൂലി പാരൻസ് അല്ലേ, അപ്പം നമ്മളെ ഭയങ്കരമായിട്ട് അവർ കംഫർട്ട് ചെയ്യാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഹാപ്പിയാണോ? നമുക്ക് സ്കൂൾ ഇഷ്ടമായോ? ഇഷ്ടമായോ? വീട്ടിലാണോ? Pineapple. You like pineapple? ഉച്ചു
ഓച്ചു എവിടെയായിരിക്കും പഠിക്കാൻ പോണത്? ഏത് ക്ലാസ് വേണം ഓച്ചു ബേബിക്ക്? പറ. അപ്പൊ എവിടെയാണ് ഇന്നത്? അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ടതാ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും മഴ പിടിച്ചിട്ടുണ്ടായിരുന്നേ. മോൾ എന്തായാലും കുട എടുത്തിട്ടുണ്ട്, ഞങ്ങളാരും കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു അൺഎക്സ്പെക്റ്റഡ് മഴയായിരുന്നു, കാര്യം നല്ല ചൂടുണ്ടായിരുന്നു പുറത്ത്. പിന്നെ എന്തായാലും മഴയൊക്കെ ഒന്ന് തോർന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോഫിനെ ഇവിടെ ഇരുത്തുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞപ്പം ആടെ ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു അഡ്മിഷൻ വ്ളോഗ് എന്ന് പറയാം, അത് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.